ഹലോ, നമ്മളെങ്ങനെയാണ് ടോപ്പിനൊക്കെ തുണി മടക്കിയിട്ട് കട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒന്നും ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ഈ പേപ്പറിൽ വെട്ടുന്ന പോലെ ഒന്ന് വെട്ടി ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ തുണിയിൽ വെട്ടുകയാവും നല്ലത്. അപ്പോൾ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്, അതിൻ്റെ നടു ആദ്യം ഒന്ന് മടക്കുന്നുണ്ട്, എന്നിട്ട് ഒന്നും കൂടി ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ തുണി മടക്കിയിട്ട് ഇടേണ്ടത്. എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ നമ്മൾ വരച്ച് വെട്ടുക. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഓപ്പണുള്ള ഭാഗവും കിട്ടുന്നുണ്ട്, ഓപ്പൺ ഇല്ലാത്ത ഭാഗവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പണ് ഇല്ലാത്ത ഭാഗത്താണ് നമ്മൾ നെക്കൊക്കെ വരച്ച് വെട്ടുക. അപ്പോൾ നമ്മുടെ തുണിയിൽ ചില ഭാഗത്തൊന്നും കറക്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ മടക്കിയിട്ടതിന് ശേഷം മേലഭാഗം കറക്റ്റ് അല്ലെങ്കിൽ ഈ പേപ്പറിൽ കാണുന്ന പോലെ നമ്മൾ കറക്റ്റ് അളവിൽ വരച്ചിട്ട് അതിന് താഴേക്കാണ് നമ്മുടെ അളവ് നമ്മൾ താഴേക്ക് വരയ്ക്കുന്നത് നീളവും അതേപോലെ ഇങ്ങനെ വരയ്ക്കുന്നത് വീതിയാണ്. അപ്പോൾ നമ്മൾ ഓപ്പണ് ഇല്ലാത്ത ഭാഗത്താണ് നമ്മൾ നെക്കൊക്കെ വരയ്ക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ നെക്ക് വരയ്ക്കുക. ഈ എസ് ഇട്ടത് ഷോൾഡറാണ്, എൻ ഇട്ടത് നെക്ക്. ഇനി ഷോൾഡറിൻ്റെ കൈക്കുഴിയാണ് നമ്മളിപ്പോൾ വരച്ചത്. ജസ്റ്റാണ് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തുന്നത്. പിന്നെ ഷേപ്പ് അതാണ് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തുന്നത്. ഇനി നമ്മൾ സ്ലീവ് നമ്മൾ കൈക്കുഴി വരയ്ക്കുന്നുണ്ട്. പിന്നെ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് അതുവരെ വരച്ചിട്ട് അടി വരയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ കട്ട് ചെയ്യാണ്. നമ്മൾ ആ സ്ട്രൈറ്റ് ലൈന് കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ കൈക്കുഴി തൊട്ട് ഷേപ്പ് അങ്ങനെ പോയിട്ട് കട്ട് ചെയ്യാണ് ചെയ്യുക. നെക്ക് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ ടോപ്പിനൊക്കെ കട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.